ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബൊന്നും തന്നില്ല. നമ്മളത് ഇടേണ്ടത് നമ്മുടെ ഒരു ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇടുകയാണ്. ക്കുന്നത് ഈ നേരം കൊണ്ട് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മുടെ ഒരു വീട് നമ്മളിന്നലെ പണിഞ്ഞായിരുന്നു. വീടാണിത്. നമുക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാം. ഓക്കെ, പച്ചപ്പൊക്കെ അല്ലേ, കുറേ അങ്ങ് വെട്ടിയേക്കാം. ചാടണേ, നിക്കടെ നിക്കണേ. സത്യം ഒന്നും കിട്ടിയില്ല എന്നാ തോന്നുന്നേ. നമുക്കൊന്നും അറിയത്തില്ല. കുറേ നാളെ നമ്മൾ ഈ ഗെയിമൊക്കെ ഒന്ന് കളിച്ചിട്ട് അതുകൊണ്ട് കുറച്ച് വെട്ടിക്കല് അവിടെ. നിങ്ങൾ കമൻറ്റിലൊക്കെ എന്തെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്യും. നിങ്ങൾക്ക് എന്ത് വേണേലും നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. അപ്പം നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇട്ടോ, ഒരു കുഴപ്പമില്ല. ഫുഡിൻ്റെ അത്യാവശ്യമാണേ. സോറി മച്ചാനെ. പക്ഷേ കുതിരയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടാ കുതിര കാണാൻ പുറകെ വരും. ശിവനെ അവിടം വരെ എത്തിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. നമുക്കിൻ്റെ സാഡിലൊക്കെ വേണം. അതുകൊണ്ട് സോറി കേട്ടാ കുതിര. സോറി മെസ്സേജ് എഴുതി കാണിച്ച് ഹോഴ്സ് വാസ് കിൽഡ് ബൈ യു എന്നും പറഞ്ഞുകൊണ്ട് ഞാനുള്ളവനെ കൊന്നേ. നമുക്കിന്ന് കുറച്ച് മൈനിങ് ഒക്കെയാണ് പരിപാടി. അതൊന്ന് മൈൻ ചെയ്യാൻ പോകണം. ഓക്കെ, മൈൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാണ്. എല്ലാം കഴിക്കട്ടെ, അല്ലേ പിന്നെ നമുക്ക് വിശപ്പ് കൂടിക്കഴിഞ്ഞാൽ പണിയാണ്. നമുക്കൊരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. ക്യാമ്പ് ഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുന്നത് ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ ബേക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. ക്യാമ്പ് ഫയർ ഉണ്ടാക്കുന്ന സെറ്റപ്പൊക്കെയാണ്. ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് മരം വേണം. മരം ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മരം നിർത്തുമ്പോൾ നമ്മൾ കത്തിച്ച് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കി കിട്ടും. മരം കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർക്കോൾ കിട്ടും. ആ ചാർക്കോൾ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ക്യാമ്പ് ഫയറൊക്കെ കത്തിക്കുന്നത് അത് വെച്ചിട്ടാണ്. ഓക്കെ, ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു 1K ലൈക്ക് തരികയാണെങ്കിൽ നമ്മളിതിൻ്റെ ബാക്കി പാർട്ടായിട്ട് വരും. ഞാൻ വന്നിരിക്കും. ലൈക്ക് തന്നാൽ ഞാൻ വന്നിരിക്കും, ഉറപ്പായിട്ടും വന്നിരിക്കും. ഓക്കെ, കുറച്ച് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ കൊണ്ട് നമുക്ക് കത്തിക്കും. എൻ്റെ വീടും അവിടെ കണ്ടില്ലേ? അതെ. ഓക്കെ, വീട് ഞാൻ കണ്ടിട്ടുണ്ട്. തുറക്ക് ശീശയെ തുറക്ക്. അല്ലോ, ഒന്നും കഴിച്ചില്ല. നമുക്ക് എന്തായാലും ഫർണസ് ഉണ്ടാക്കണം. ഫർണസിനകത്താണ് ഇതുണ്ടാക്കാമല്ലോ അല്ലേ? നമുക്ക് കോളുണ്ട്. ഓക്കെ, കോളുണ്ട്. അതുകൊണ്ട് ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ക്യാമ്പ് ഫയർ. ഇതാണ് ക്യാമ്പ് ഫയർ. നമുക്ക് വെട്ടം കിട്ടി.
വെട്ടത്തിനൊരു സോഴ്സ് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഈ ഒരു കുഞ്ഞ് ബേസിൽ നമുക്ക് ഇച്ചിരി വെട്ടമായിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നാളത്തെ നമുക്ക് മിഗ്രേറ്റ് ചെയ്ത് പോകണം. എന്നിട്ട് നമ്മൾ പതിയെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റേ ചെയ്യാനായിട്ട് നമുക്ക് കുറേ നേരം എടുക്കും. നമുക്ക് കുറേ വില്ലേജ് കണ്ടുപിടിക്കണം നമുക്ക്. അപ്പം നമുക്ക് നാളെ തന്നെ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കാൻ പോവാം. ഇറച്ചി കഴിക്കുന്ന സൂര്യാസ്തമിച്ചു. സൂപ്പർ മീസ്. നമുക്ക് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ പിന്നെ നമ്മളെ സോംബിയും ക്രീപ്പറും എല്ലാം ഒന്ന് നമ്മുടെ പ്രാണനെടുക്കും. നമുക്ക് പോയി കിടന്നുറങ്ങാം. നമുക്ക് നാളെ രാവിലെ കാണാം. ഉറങ്ങാൻ പറ്റണില്ലേ? എൻ്റെ പൊന്നു സൂര്യൻ ഒന്ന് പെട്ടെന്ന് അസ്തമിക്ക്. എന്നിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ. ഓക്കെ കിടന്നു. നാളെ രാവിലെ കാണാം. ചിക്കനൊക്കെ നല്ല ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കഴിച്ചോ. കൊള്ളാം. അപ്പോൾ ഇന്ന് പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡെർട്ട് മാറണം. പിന്നെ നമ്മളെ പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ മരം വെട്ടണം. മരം വെട്ടിയിട്ട് വേണം നമുക്ക് കുറച്ച് അടിപൊളി ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഈ സ്ഥലത്തൊന്നും മിഗ്രേറ്റ് ചെയ്യണ്ട. സ്ഥലം മാറുവാണ് ഞാൻ. ഇന്ന് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ? എന്തെങ്കിലുമൊക്കെ നമുക്കിന്ന് കൊണ്ടുപോകണം. മറ്റേ വേറെ തടിയൊക്കെ ഉള്ളതാണ്. വേറെ കുറേ മരം വെട്ടണം. നമുക്ക് ഇവിടുന്ന് തന്നെ കുറേ മരം വെട്ടിയിട്ട് നമ്മൾ വയ്യാണ് പോകുന്നത്. നമ്മൾ കുറേ വെട്ടിയിട്ടുണ്ട്. ഈ മരം പൊളിച്ച് ആപ്പിൾ കിട്ടുന്നതാണ് പറഞ്ഞു കേട്ടു. അതിന് കിട്ടിയിട്ടുണ്ട് ആപ്പിള്. പൊട്ടി നോക്കും. കുറേ സാപ്ലിങ് കിട്ടി. കുറേ സാപ്ലിങ് അയൺ കിട്ടി. അയ്യോ ആക്സിഡന്റ്. ദൈവം അയ്യോ അയൺ കിട്ടി. യെസ്. അയൺ കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശ്നമില്ല. വെസ്റ്റ് എൻ്റെ പിക്കേഴ്സ് അവിടെ നമുക്ക് ഇപ്പം തന്നെ ഒരു അയൺ ഇതുണ്ടാകണം. അയൺ പിക്കാക്സ് അയൺ കിട്ടി. അയൺ മൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡയമണ്ടൊക്കെ കിട്ടാറുള്ളതാണ്. അയൺ മെയിൻ തിങ്ങാണ് എല്ലാത്തിനും. അയൺ ഉണ്ടായാൽ നമുക്ക് ഡയമണ്ട് കിട്ടത്തുള്ളൂ. എൻ്റെ കുറേ പരിപാടി ഉണ്ട് അയൺ വെച്ച്. പിന്നെ കുറേ കുറിച്ച് നോക്കി അയൺ കിട്ടാറുണ്ട് ചിലപ്പം. അപ്പോൾ കുറേ കല്ല് കിട്ടും. ചിലപ്പോൾ കേവിലും പോയി താഴും. അങ്ങനെ കുറേ പണി കിട്ടും ഗെയിമിനകത്ത്. ഓക്കെ അയൺ കിട്ടി. അതിൻ്റെ മേളിൽ
ഇഷ്ടംപോലെ കിട്ടുമ്പോൾ പണ്ട് ഞാൻ ഈ ഗെയിമുകൾ ചെയ്യുമ്പോൾ എനിക്കൊരു ഗോൾഡിൻ്റെ സ്റ്റാക്ക് തന്നെ ഉണ്ടായിരുന്നു. അമ്മാതിരി സാധനമല്ലേ. അങ്ങനെ കളക്ഷൻ കല്ലിനിടയിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. അൺലിമിറ്റഡ് എക്സ്പയറി ഡേറ്റ് ഒരിക്കലും തീരത്തില്ല. ഓട്ടിച്ചിറങ്ങും പൊട്ടിക്ക്. ഇച്ചിരി കൂടുതലാണ് എടുക്കുന്നല്ലോ പെട്ടെന്നല്ലേ. ഇവിടെ ആപ്പിളൊക്കെ വീണ് കാണും. ആപ്പിളിലോട്ട് സാപ്ലിങ് ഉണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നിപ്പോൾ പോവാണ്. ഇവിടുന്ന് നമ്മൾ പോവാണ്. ഉച്ചയായി. ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം. ഓർമ്മ പിടിച്ചെടുക്കാം. കുറച്ച് ആപ്പിള് കിട്ടുള്ളൂ. ഓക്കെ ഗായ്സ്, നമ്മളെ കൊച്ചുമുറി വീട് ഇവിടെയും പറഞ്ഞ പോലെ ഇറങ്ങാണ്. നമ്മളിപ്പോൾ പോകുന്ന അപ്പുറത്തോട്ടാണ്. അപ്പുറത്തെ കരയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പുറത്തെ കരയിൽ പോയിട്ട് നമുക്കൊരു ബേസ് അങ്ങ് പണിഞ്ഞേക്കാം. അവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. ഓക്കെ, പോട്ടെ. അത് നമുക്ക് നീന്തി പോകാനേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ബോട്ടില്ല. കരിമ്പ് കിട്ടി. മല കയറാം. കുറേ ദിവസം നല്ല പൂക്കളൊക്കെ ഉള്ള മരമുണ്ട്. നമുക്ക് ആ മരത്തിൻ്റെ ഇടയിൽ കൊണ്ട വീട് വെക്കാം. അങ്ങനെ വെക്കാൻ വേണം. മരം ട്രീ ഹൗസ് ആകുമ്പം കയറില്ല. ഒട്ടുകാലി മാത്രമേ കയറി വരത്തുള്ളൂ. സോംബി ഒന്നും കയറി വരത്തില്ല. അതിനോടുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. അങ്ങനത്തെ പേടികളൊന്നും നമുക്ക് വേണ്ട. കയറിപ്പോട്ടെ. പടാ, നല്ലൊരു സ്ഥലമാണത്. ഓക്കെ, മേളിൽ ചെന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ. എൻ്റെ മോനെ, ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമുക്ക് ഈ മരത്തൊരു വീട് വെച്ചാലേ. ബ്യൂട്ടിഫുൾ മരമായിരുന്നു. ഫസ്റ്റിൽ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ സ്ലാബ് 18 സ്ലാബ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സ്ലാബാണ് വേഗം. ഓക്കെ
ഓക്കെ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വേറൊരു പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾ കമൻ്റ് ഇടുക. ഇതിൻ്റെ വേറെ പാർട്ട് വേണമെങ്കിൽ കമൻ്റ് ഇടുക. അതുകൊണ്ട് ഇതിൻ്റെ വേറെ പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ. അപ്പം ബൈ ഗായ്സ്.